ആഹാ, അടിപൊളി. ആണോ? താങ്ക് യു താങ്ക് യു. നീ പുറത്തേക്ക് പോവാൻ നിക്കോണോ ശക്തി? അതേലോ. ബ്രോ വരുന്നുണ്ടോ? അവൻ ഇന്ന് വരുന്നില്ല. ഞങ്ങൾ ഇന്ന് വേറെ സ്ഥലത്ത് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുക. ആ അത് തന്നെ, ഞങ്ങൾ ഇന്ന് വേറെ ഒരു സ്ഥലത്ത് പോവാ. അതുകൊണ്ട് നീ വിട്ടോ. ആഹാ, ഇപ്പൊ എല്ലാരും കറങ്ങി നടപ്പാണല്ലോ. ആർക്കും വീട്ടിലിരിക്കാൻ സമയമില്ലാതായോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇരുന്നിട്ടും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നു, അത്രേ ഉള്ളൂ. ഹലോ, പറയടാ. ഡാ, നീ ഇതെവിടെയാ? വരാനായില്ലേ? ആടാ, ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ഞാനിപ്പോ എത്തും. എന്നാ വേഗം വരാൻ നോക്ക്. ഡാ, പിന്നെ ഇന്ന് മൈക്കില്ലാട്ടോ. അവൻ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും അവനെ നമ്മൾ കാണില്ല. അതെന്ത് പറ്റി? ഇന്ന് രാവിലെയും കൂടെ ഞാൻ അവനോട് സംസാരിച്ചതാ. എന്നിട്ട് അവൻ എന്നോട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും അവൻ വരുന്നില്ല എന്നാ പറഞ്ഞത്. നമ്മക്ക് പിന്നെ ചുമ്മാ ചെറിയും കുത്തി ഇരിക്കേണ്ടി വരും. ഞാനിന്ന് എന്റെ പെയിന്റിംഗ് ക്ലാസ്സിലോട്ട് വരട്ടെ. ആ, നീ വന്നോ? അതിനെനിക്കിപ്പോ എന്താ. പിന്നെ എഡ്വിനെ, അവിടെ മറ്റേ പെൺപിള്ളേരൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം ഈ ചെക്കനെ കൊണ്ട്. എന്തായാലും നീ വാ, നമുക്ക് എന്നിട്ട് നോക്കാം ബാക്കിയുള്ളതൊക്കെ. ആ നയൻ, എടാ നീ ഇന്ന് ഫ്രീ ആണോ? എങ്ങോട്ടും പോകുന്നില്ല? ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് എങ്ങോട്ടേലൊക്കെ പോണം. ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ എന്തിനാ? സുനേട്ടാ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. ശരി, എന്നാ വൈകിട്ട് കാണാം. ഇവനിത് എന്ത് പറ്റി? ഈ ശക്തി ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലേ? ആടാ, അവനിപ്പോ കുറെ ഫ്രണ്ട്സിനൊക്കെ കിട്ടി തോന്നുന്നു. എന്നോട് പോലും അവനിപ്പോ സംസാരിക്കാറില്ല. നയൻ, എന്ത് പറ്റി? അവനിപ്പോ നിന്നെ ഒന്ന് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും തമ്മില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവൻ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേന്നാ? ഞാൻ സംസാരിക്കാൻ പോകുമ്പോഴൊക്കെ അവൻ ഒഴിഞ്ഞു മാറി പോവാ. അവനെന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അറിയുന്ന ശക്തി ഇങ്ങനെയൊന്നും അല്ല. ഇവിടെ വന്നിട്ട് വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൻ ഒരുപാട് മാറി. അത് ഇവിടെ അവന് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയതേ ആയിരിക്കൂടാ. അല്ലാണ്ട് ഇപ്പൊ എന്താ, നമ്മൾ ശക്തിയല്ലേ. ഹാ, അതെ അതെ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശക്തി എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? ഞാൻ അവന് എന്ത് ചെയ്തിട്ടാ? ഈ കഴിഞ്ഞ ഒരാഴ്ച അവൻ എന്നോടൊന്ന് നേരെ ചൊവ്വേ സംസാരിച്ചിട്ട്. ഇനിയിപ്പോ ഞാൻ അവനെ എന്ത് ചെയ്യാനാ? എങ്ങനെ ഇതൊന്ന് ചോദിച്ചാ അതിനവൻ പറയൂ? നയൻ, എന്താടാ നീ പുറത്തു പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ പോയില്ലേ? ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നേ? ഒന്നുമില്ലടാ, ഞാനിങ്ങനെ ശക്തിനെ പറ്റി ആലോചിക്കുമായിരുന്നു. ആ, അവനെ പറ്റി തന്നെ പറയാനാ ഞാനും ഇങ്ങോട്ട് വന്നേ. എന്നാലും എന്താടാ നിങ്ങളുടെ ഇടയിലെ പ്രശ്നം? ഞങ്ങളോടൊക്കെ അവൻ പഴയ പോലെ തന്നെയാ. പക്ഷെ നിന്നോട് അവനൊന്നും സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ. ജസ്റ്റ് ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എനിക്കറിയില്ലടാ, അവനിപ്പോ ഇവിടെ അല്ലല്ലോ കിടക്കുന്നേ. ഇങ്ങോട്ട് വരുവാണെങ്കിൽ എനിക്ക് അവന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കായിരുന്നു. പക്ഷെ അവനിപ്പോ വരുന്ന ടൈം പോലും എനിക്കറിയത്തില്ല. പിന്നെ എങ്ങനെയാ ഞാൻ അവനിപ്പോ കിടക്കുന്നത് പോലും ഹാളിലാ. എന്താ പ്രശ്നം എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ആ നയൻ, പിന്നെ അവനെ ജീവ എടാ, നീ ഇതെവിടെയാ? ഒന്നിങ്ങോട്ട് വരുവോ? ജീവാ. ആ നിതിനെ, എടാ ഞാനൊന്ന് പോയിട്ട് വരാട്ടോ. അവൻ ഇനിയിപ്പോ എന്തിനാ വിളിച്ച് കാറുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ നോക്കിട്ട് വരാവേ. ആടാ, നീ ചെല്ല്. അവൻ എന്തിനാ വിളിച്ചേ നോക്ക്. എന്തിനാടാ കിടന്ന് അലറുന്നേ? എന്തിനാ വിളിച്ച കാര്യം പറ. ജീവാ, എനിക്ക് കുറച്ച് ഫുഡ് താടാ, വിശക്കുന്നു. ഓ ഡാ, നീ ഇപ്പൊ പുറത്തുനിന്നല്ലേ വരുന്നേ? അവിടെ എന്താ ഫുഡ് കിട്ടാഞ്ഞിട്ടാണോ? ഇത്രയും വിശപ്പ് വെച്ചോണ്ട് ഇവിടെ വരെ വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക്? കഴിച്ചിട്ടൊക്കെ മെല്ലെ വന്നാ പോരെ? എടാ അതെ, ഞാൻ പുറത്ത് നല്ല ഹോട്ടൽസ് ഒന്നും കണ്ടില്ല, അതാ പിന്നെ ഇങ്ങ് പോകുന്നേ. എനിക്കിതൊന്നും സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല. നീ പെട്ടെന്ന് ഫുഡ് എടുക്ക്. എനിക്ക് വിശന്നിട്ട് കണ്ണൊന്നും കാണാൻ തന്നെ ഇല്ല. വേഗം ആവട്ടെ. ആ, ഫുഡൊക്കെ എടുക്കാം. അതിനു മുമ്പേ നീ പോയിട്ട് ആ കൈയൊക്കെ ഒന്ന് നന്നായി കഴുകിയിട്ട് വാ. ഓ, കൈ കഴുകണമല്ലേ? ഓക്കെ, നീ എന്നാ പെട്ടെന്ന് ചെന്ന് ഫുഡൊക്കെ എടുത്തു വെക്ക്. ഞാൻ അപ്പത്തേനും ഓടി വരാം. ശക്തി. ആ ഡാ, നീയോ? നീ ഇത് എവിടെയായിരുന്നു? ഇന്നെന്താ വരാതിരുന്നേ? നിന്നെ ഞാൻ മിസ് ചെയ്തുട്ടോ ശരിക്കും. നീ ഇല്ലാണ്ട് എന്തൊരു ബോറായിരുന്നു. അല്ല, എവിടെ പോയതായിരുന്നു? പിന്നെ എന്താണോ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ കാരണം? മൈക്കോ? അതാരാ? മൈക്ക് കളിക്കല്ലേ, കാര്യം പറ. നീ എവിടെയായിരുന്നു? നയൻ, നീ എന്താ ഇവിടെ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നാ. എന്താ, എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? എന്താ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിന്നെ കാണാൻ വരാൻ പാടുള്ളൂ എന്നുണ്ടോ? ഞാൻ വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നേ. ഇവിടെ എങ്ങനെയാ? നമുക്ക് വീട്ടിൽ നിന്ന് കാണാം. അതൊന്നും പറഞ്ഞ പറ്റത്തില്ല. ശക്തി, എനിക്ക് നിന്നോട് സംസാരിക്കണം. വാ എന്റെ കൂടെ. എങ്ങോട്ട്? നയൻ, എനിക്കിപ്പോ വരാൻ പറ്റില്ല. ഞാനിവിടെ. ശക്തി, നീ 2 മിനിറ്റ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതല്ലേ? എന്തേ ഇനി വരുന്നില്ലേ? ആടാ, ഞാൻ വരിക.
എന്തായാലും നീ പൊക്കോ, ഞാൻ വന്നേക്കാം. ആടാ, ഓക്കെ. അല്ല, ഇതാരാ? ഇതാണോ നയൻ? അന്ന് പറഞ്ഞേ ഇതാണ് നയൻ. ഹായ് നയൻ, ഞാൻ തന്നെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഐ ആം യുവർ ബിഗ് ഫാൻ. പിന്നെ ഇതുവരെ ഒന്നും അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. താങ്ക് ഗോഡ്, ഇപ്പൊ പറ്റിയല്ലോ. എടാ, ഇയാള് ഹായ്, നൈസ് ടു മീറ്റ് യു. എന്താ തന്റെ പേര്? ഇവന്റെ കൂടെ ഡ്രോയിങ് ക്ലാസ്സിലുള്ളതാണോ താൻ? ഏയ് അല്ല, ഞാൻ ഇവന്റെ ഫ്രണ്ടാ. ചുമ്മാ ഇങ്ങോട്ട് വന്നതാ. എന്റെ പേര് എഡ്വിൻ. ആണോ? ആ, ഡാ ശക്തി, എനിക്കിതൊന്നും കണ്ടിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നയൻ തന്നെ. സംസാരത്തിൽ മാത്രം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതൊന്ന് മാറ്റിക്കഴിഞ്ഞാ എന്റെ മാതാവേ, ഇത് രണ്ടുപേരും കണ്ടാ മാറിപ്പോവല്ലോടാ. ഏ, എന്താ? ആടാ, എഡ്വിനെ നീ ചെല്ല്, ഞാൻ വന്നേക്കാം. ശക്തി, നിന്നോട് ഞാൻ പറഞ്ഞു, നീ വരുന്നുണ്ടോ എന്റെ കൂടെ? ഇല്ല, എനിക്കിപ്പോ വരാൻ പറ്റില്ല. ശക്തി, നീ വരും. നയൻ, എന്റെ കൈ വിട്, എനിക്ക് വേദനിക്കുന്നു. നീ എങ്ങോട്ടാ എന്നെ? നയൻ, നീ ഇപ്പോഴെങ്കിലും ഒന്ന് പറ. ഞാൻ എത്ര നേരെ ചോദിക്കുന്നു, നീ എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? എനിക്കറിയണം. പറ നയൻ. എന്തായാലും നീ അന്ന് പറഞ്ഞതുപോലെ ഞാൻ നിന്നെ തട്ടിക്കൊണ്ടൊന്നല്ല പോകുന്നത്. ശക്തി, ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? വൈ ആർ യു അവോയ്ഡിങ് മീ? നീ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? 2 ആഴ്ചയായി നീ എന്നോട് മര്യാദക്കൊന്ന് സംസാരിച്ചിട്ട്. ഞാൻ ആരെ അവോയ്ഡ് ചെയ്തിട്ടില്ല. നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എനിക്ക് പോണം. അത് കാണുന്നവർക്കും കൂടെ തോന്നണം. എന്നോട് എല്ലാരും ചോദിക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ എന്തൊരു പ്രശ്നം ഉണ്ടായിട്ടാണോ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നയൻ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരെ ഇവിടെ അവോയ്ഡ് ചെയ്യുന്നില്ല. ഞാൻ നിന്നോട് എന്ത് ചെയ്തു നീ പറയുന്നേ? എന്താ ചെയ്യുന്നേന്ന് നിനക്കൊന്നും അറിയില്ലല്ലോ. ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചായിരുന്നു ഒരു റൂം ഷെയർ ചെയ്തോണ്ടിരുന്നേ. ഈ ഒരാഴ്ചയായിട്ട് നീ ഹാളിലാ കിടക്കുന്നേ. എന്താ കാരണം? എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് എന്നോട് പറയും. അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെ അറിയാനാ? എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. പിന്നെ ഹാളിൽ കിടക്കുന്നത് അതെന്റെ ഇഷ്ടമാണ്. അതിനിപ്പോ എന്താ? ഓക്കെ, അതൊക്കെ നിന്റെ ഇഷ്ടം. പിന്നെ നിനക്ക് കുറെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയെന്ന് അറിയാം. പക്ഷെ എന്ന് കരുതി നീ എപ്പോഴാ വീട്ടിൽ കയറി വരുന്നേ? നാട്ടിലും ഇതേപോലെയൊക്കെ തന്നെ ആയിരുന്നോ? നയൻ, അത് ശക്തി, നിനക്ക് ആവശ്യത്തിന് അവിടെ ഫ്രീഡം തരുന്നുണ്ട്. അതല്ല, ഇനിയിപ്പോ നിനക്ക് നൈറ്റ് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അവിടെയുള്ള ആരെങ്കിലുമായിട്ട് മാത്രം, അല്ലാതെ പുറത്തുനിന്നുള്ളവരുമായിട്ടല്ല. നയൻ, നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. എനിക്കിപ്പോ നിന്റെ കാര്യങ്ങൾ നോക്കിയേ പറ്റൂ. അതിപ്പോ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും പകലുള്ളത് മാത്രം മതി. നൈറ്റിലേക്ക് അതൊന്നും നീളണ്ട, കേട്ടല്ലോ? എന്റെ കാര്യങ്ങളൊക്കെ ഇടപെടാനും വേണ്ടി നീ എന്റെ ആരെങ്കിലും ആണെങ്കിൽ ഓക്കെ. പക്ഷെ നീ എന്റെ ആരും അല്ലല്ലോ. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ നീ? ശക്തി, ഇപ്പൊ നീ എന്റെ ആരുമല്ല. എന്നാൽ ഇനി നീ എന്റെ ആരും ആയിക്കൂടാ എന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേക്ക്. നയൻ, നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? നിനക്ക് സ്നേഹിക്കാനും കെയർ ചെയ്യാനൊക്കെ വേറെ ആൾക്കാരില്ലേ? എന്നെ വിട്ടേക്ക്. ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്താ ഇപ്പൊ നീ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് സ്നേഹിക്കാനും കെയർ ചെയ്യാനൊക്കെ ഇവിടെ ആരാ ഉള്ളേ? നീ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ ഞാൻ. അതൊക്കെ നിനക്കറിയില്ലേ, പിന്നെ ഞാൻ എന്തിനാ ചുമ്മാ? നയൻ, എനിക്ക് പോണം. ടൈം ഒരുപാടായി. നീ എന്നെ കൊണ്ടുപോകുന്നോ അതോ ഞാനിവിടെ ഒറ്റയ്ക്ക് പോണോ? എന്തായാലും നീ ഒറ്റയ്ക്ക് പോണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. പിന്നെ ശക്തി, നിന്റെ കൺമുന്നില് നീ കാണുന്നതും കേൾക്കുന്നതും ഒന്നും ആയിരിക്കില്ല സത്യം. അതിന് ഒരു വശം കൂടെ ഉണ്ടാകും. പിന്നെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് കൂട്ടണ്ട. അതൊന്നും ചിലപ്പോ നീ വിചാരിക്കുന്നത് പോലെയൊന്നും ആയിരിക്കില്ല. ബാ, നമുക്ക് പോകാം. അമ്പോ, സെറ്റായിരുന്നല്ലേടാ. പിന്നെ എനിക്കിഷ്ടായി. നമ്മക്കേ നാളെ ഒരു കാര്യം ചെയ്യാം. നാളെ വരാം ഇതേപോലെ കറങ്ങാൻ. ഓ പിന്നെന്താ, ഞാൻ ഇപ്പോഴേ റെഡി. നമുക്കേ നാളെ എന്തായാലും വരണം. ആ, നാളെ നമുക്ക് ഇവിടെ വരണ്ട, വേറെ എവിടെയെങ്കിലും പോവാം. ഓക്കെ? ആ, ഓക്കെ. നമുക്കേ എന്നാ പിന്നെ നാളെ വേറെ എവിടെയെങ്കിലും പോവാം. നമ്മള് പിന്നെ ഒരേ വൈബുള്ള ആൾക്കാരായതുകൊണ്ട് എവിടെ പോയാലും സെറ്റ് ആയിരിക്കും. ആ, അതാണ്. പിന്നെ ക്രിസ്റ്റി, ഞാൻ നിന്നോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? നീ അതിന് സത്യം പറയണം. ഓ പറയാലോ. ആദ്യം നീ എന്താ കാര്യം എന്ന് പറ. ആ, പറയാം. നിനക്ക് നിതിൻ ഇഷ്ടമല്ലേ? നിതിനെയോ? ഏയ്, അങ്ങനെയൊന്നുമില്ല.
മോനെ ക്രിസ്റ്റി, ഞാൻ ഒന്നും അറിയാതെയാണ് നിന്നോട് ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് എന്ന് നീ വിചാരിക്കരുത്. മര്യാദക്ക് സത്യം പറഞ്ഞു. എടാ കൃഷേ, അങ്ങനെയൊന്നും ഇല്ലടാ. നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എനിക്ക് അവനോട് നീ ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ എന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. ഞാന് അതുകൊണ്ടാ നിന്റെ അടുത്ത് ചോദിക്കാനും വേണ്ടി ഇത്രയും ടൈം ലേറ്റ് ആയത്. കാരണം എനിക്ക് ഒന്നുകൂടെ അറിയണമായിരുന്നു നീ അവനോട് പെരുമാറുന്ന രീതി. അത് കണ്ടാലേ അറിയാം നിനക്ക് അവനോട് ഒരു ഇതുണ്ട് എന്ന്. അപ്പൊ നീ എന്നോട് പറയ്, ഇത് എപ്പോ തൊട്ട് തുടങ്ങിയത്? എടാ അത് എപ്പോ തൊട്ട് തുടങ്ങിയതെന്നൊക്കെ ചോദിച്ചാ ഞാൻ അവനെ കണ്ട അന്ന് തൊട്ട്. അപ്പോഴേ എനിക്ക് അവനോട് ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നിച്ചല്ലടാ. അപ്പൊ പിന്നെ അങ്ങ് എന്റെ പൊന്നോ, അപ്പൊ നീ കഴിഞ്ഞ 3-4 വർഷമായിട്ട് അവനെ മനസ്സിലിട്ടോണ്ട് നടക്കുവാണോ? എടാ നിനക്ക് ബോധമില്ലേ? എന്നാ പിന്നെ അത് ചെന്ന് അവനോട് പറയണ്ടേ? അയ്യോ, അവനോട് ഞാനിതൊക്കെ പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ അവന് കുറെ ഗേൾസ് ഒക്കെ ഫ്രണ്ട്സ് ഉണ്ട്. അതിലേതെങ്കിലും അവന്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിലോ? എനിക്കതൊന്നും അറിയത്തില്ല. പിന്നെ എങ്ങനെയാടാ ഞാൻ അവനോട്? അവനെങ്ങാനും നോ പറഞ്ഞാ ഞാൻ തീർന്ന്. അതുകൊണ്ടാ ഒന്നും പറയാത്തെ. എന്റെ ക്രിസ്റ്റി, നീ ഇത് ചെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ അവന് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ടോന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നീ ചെന്ന് പറയ അവനോട്. എടാ ഗോപ, നിനക്ക് തന്നു പറഞ്ഞിട്ട് മനസ്സിലാവാതെ? അവന് ഞാൻ ഈ പറയുന്ന ഫീലിങ്സ് ഒക്കെ അവൻ എന്നോട് ഉണ്ടോന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. എടാ ക്രിസ്റ്റി, നീ ഇങ്ങനെ ഒരു ലോക പരാജയമാകല്ലേ. അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. അവനോട് ചെന്ന് പറയ് കാര്യങ്ങളൊക്കെ. എന്നാലല്ലേ അവന്റെ മനസ്സിലെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഡാ, നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ഞാൻ അവനോട് ചെന്ന് പറയുമ്പോഴത്തേനും അവൻ എന്നെ കണ്ണും കൂട്ടി റിജക്ട് ചെയ്താ മോനെ എനിക്ക് പറ്റത്തില്ല അത്. അല്ല, ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന എന്താണെന്നറിയോ? നിനക്കും ഇല്ലടാ കുറെ ഗേൾസ്. അവരുടെ ഒന്നും തോന്നാത്ത ഫീലിങ്സ് ആണോ നിനക്ക് ഇവനോട്? എന്റെ അമ്മച്ചി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ. ആടാ, അതാ എനിക്ക് മനസ്സിലാവാത്തെ. അവന് കാണുന്നതിന് മുമ്പ് ഉള്ള പെമ്പിള്ളേരോട് ഫുള്ള് നിരത്തി ഫ്ലേർട്ട് ചെയ്ത് കിടന്ന ഞാന് അവൻ എന്നെന്റെ ലൈഫിലോട്ട് കാലെടുത്ത് വെച്ചോ അന്ന് തൊട്ട് ഏത് പെങ്കുച്ചിനെ കണ്ടാലും അവന്റെ മുഖം. എന്താ ഞാൻ ചെയ്യുക? പെട്ടിരിക്കുക. എന്തായാലും നമുക്ക് വഴി ഉണ്ടാക്കാം. ആടാ, നീ ഉണ്ടാവില്ല എന്റെ കൂടെ? പിന്നല്ല, കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും, കട്ടള പോലെ പുറകില്. നിനക്കത് കേട്ടാ പോരെ? ഓ, എനിക്കത് കേട്ടാ മതി. അപ്പോ നീ പറ, നമ്മൾ ആദ്യം എവിടെ ഓപ്പറേറ്റ് ചെയ്യണം? ഓ, ഇതെന്നെ നമ്മൾ വല്ല ബാങ്ക് റോബറി നടത്താൻ പോവാണോ? എടാ, ആദ്യം നമുക്ക് അവരെ കൊണ്ട് ഫീലിങ്സ് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കണം. ഏത്? ആ, നീ പറയ്, ഞാൻ കേക്കട്ടെ. എന്റെ പൊന്നോ ക്രിസ്റ്റി, നിനക്ക് ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഓക്കേ? ആഹാ, ഇതാരാ? അല്ല, എന്താ ഇവിടെ? അതെന്താ, എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? അല്ല, ഇത്രയും ദിവസം ഹാളിലൊക്കെ ആയിരുന്നല്ലോ കിടപ്പ്. പെട്ടെന്ന് എന്താ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനെന്ന്? അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് തോന്നുമ്പോ ഇവിടെ കയറി വരും, തോന്നുമ്പോ ഇറങ്ങിപ്പോവും. അതിനിപ്പോ തനിക്കെന്താ? ആഹാ, അത് കൊള്ളാലോ. നിനക്ക് തോന്നുമ്പോ കയറി വരാനും തോന്നുമ്പോ ഇറങ്ങി പോവാനും ഇതെന്നാ വല്ല സത്രം എങ്ങാനാണോ? അതെ, ഇത് സത്രം തന്നെയാണ്. എന്തേ, വല്ലതും പറയാനുണ്ടോ? ഓ, ഇതിനോടൊക്കെ പറയാൻ പോയ എന്നെ. അതെ, നിന്റെ ഫ്രണ്ട്സ് എവിടെ? അല്ലെങ്കിൽ ഈ ടൈം അവരുടെ കൂടെ ആയിരിക്കുമല്ലോ കറങ്ങി നടപ്പ്. താനല്ലേ പറഞ്ഞേ നൈറ്റുള്ള കറക്കമൊന്നും വേണ്ടാന്ന്? ഓഹോ, അപ്പോ അതുകൊണ്ടാണോ മിസ്റ്റർ ശക്തി വേണുഗോപാൽ ഇവിടെ തന്നെ അടങ്ങി ഇരുന്ന് കളഞ്ഞേ? അപ്പൊ ഞാൻ പറഞ്ഞാലും നിനക്ക് അനുസരിക്കാനൊക്കെ അറിയാം. താൻ പോടോ കടുവേ. എന്താ വിളിച്ചേ? കേട്ടില്ലായിരുന്നു. ഓ, ഞാനൊന്നും പറഞ്ഞില്ല. ഇനി ഞാനിവിടെ നിന്ന് തന്നോട് ഞാൻ അടിയാവും. ഞാൻ പോവാ. ഇപ്പൊ നീ പോയിക്കോ. കുറച്ചു കഴിഞ്ഞ് നീ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക. അപ്പ എടുത്തോളാം. ജീവാ, എന്താടാ? അല്ല, നീ ചുമ്മാ ഇരിക്കുവായിരുന്നോ? നിനക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നേ? നീ ശരിക്കും എന്താ ചുണ ചോദിക്കാൻ വന്നേ? അത് പറയ്. അല്ല ജീവാ, നിന്റെ ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? ഒന്ന് അറിഞ്ഞാ കൊള്ളായിരുന്നു. ഗേൾഫ്രണ്ടിന്റെ പേരോ? എനിക്ക് ഒരു 5-6 ഗേൾഫ്രണ്ട് ഉണ്ട്. അതിൽ ഏതിന്റെ പേരാ നിനക്ക് അറിയേണ്ടത്? 5-6 ഗേൾഫ്രണ്ടോ? ചുമ്മാ തമാശക്കല്ലേ ജീവ, കാര്യം പറ. ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതോ? എടാ ജൂണേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ എന്നെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? അതിന്റെ ഇടയ്ക്ക് എന്റെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരുടെയെങ്കിലും പേര് ഇവിടെ പറഞ്ഞിരുന്നോ? അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നീ കമ്മിറ്റഡ് അല്ലേ? അങ്ങനെ എങ്ങാനും ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ പറയുമായിരുന്നല്ലോ. ആണല്ലേ? എന്നാ ഓക്കെ. ജൂണേ, നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അറിയുന്നേ? നിനക്ക് വല്ല പ്ലാനും ഉണ്ടോ എന്നെ പിടിച്ച് കെട്ടിക്കാൻ?
കെട്ടിക്കാൻ പ്ലാനില്ല, കെട്ടാൻ പ്ലാനുണ്ട്. ഏ നീ വല്ലതും പറഞ്ഞായിരുന്നോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. നിനക്ക് ചിലപ്പോ ചുമ്മാ തോന്നിയതായിരിക്കും. എന്നാ ആയിരിക്കും. അല്ല, പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ? ഇനിയിപ്പോ നീ പാട്ടുപാടലും പരിപാടിയൊക്കെ നിർത്തിയിട്ട് വല്ല ബ്രോക്കർ പണിയും തുടങ്ങിയോ? ഏയ്, ബ്രോക്കർ പണി എങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം എനിക്ക് തന്നെ പെണ്ണാലോചിക്കും. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? നൈസ് അല്ലേ? ആ, എന്നാ പിന്നെ അത് വെറൈറ്റി ആയിരിക്കും. ആദ്യമായിട്ടായിരിക്കും ഒരു ബ്രോക്കർ സ്വന്തം പെണ്ണാലോചിക്കുന്നത്. എടാ, ഇനിയിപ്പോ നീ അങ്ങനെ എങ്ങാനും. എന്റെ പൊന്നു ജീവ, ഞാനേ ചുമ്മാ പറഞ്ഞ. ഇനി നിന്നോട് സംസാരിക്കാൻ ഞാനില്ല. ഞാൻ ബ്രോക്കർ പണി തുടങ്ങിയിട്ടില്ല, പാട്ട് പാടുന്നത് നിർത്തിയിട്ടില്ല. പോരെ, ശരി എന്നാ. എവിടെയോ എന്തോ തകരാറുണ്ടല്ലോ. ആ, ജൂണിന്റെ കാര്യല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നടാ? ശക്തി വന്നില്ലേ? ഓ, അവൻ വന്നടാ. അവൻ എന്നെ ചോദിച്ചിരുന്നു. ഞാൻ പിന്നെ രാവിലെ അവന്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു. അതുകൊണ്ട് കണ്ടപ്പോ ഒന്നും ചോദിച്ചില്ല. ആണോ? അതേതായാലും നന്നായി. മൈക്ക്, ഞാനിന്ന് നയനെ കണ്ടു. അവനെ കാണണം. എന്റെ പൊന്നോ, നീ തന്നെ. ഒരു മാറ്റവുമില്ല. പിന്നെ നിങ്ങളുടെ സ്വഭാവം കുറച്ച് ഡിഫറൻസ് ആണെന്ന് തോന്നുന്നു. അതവന്റെ ലുക്കിലേ ഉണ്ട്. പിന്നെ ചെക്കൻ കുറച്ച് കലിപ്പനാണെന്ന് തോന്നുന്നു. ആഹാ, നയനോ? നീ എവിടെന്ന് കണ്ടേ? അതവനിന്ന് ശക്തിനെ കാണാൻ വേണ്ടി പെയിന്റിംഗ് ക്ലാസ്സിൽ വന്നിരുന്നു. ഞാനും അവന്റെ കൂടെ പെയിന്റിംഗ് ക്ലാസ്സിൽ പോയി. അപ്പോ പുറത്ത് അവര് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ശക്തിനെ വിളിക്കാൻ വേണ്ടി പോയതാ. അപ്പോ അവനെ കണ്ടു. അല്ല, അവനെന്തിനാ പെയിന്റിംഗ് ക്ലാസ്സിക്ക് വന്നത്? ശക്തിനെ കാണാനായിരിക്കും. എടാ, എനിക്ക് തോന്നുന്നു അവർ ഉടക്കാണെന്ന്. പെയിന്റിംഗ് ക്ലാസ്സിലേക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കേറാന്ന് പറഞ്ഞായിരുന്നു ശക്തി. പിന്നെ അവൻ നയന്റെ കൂടെ എവിടേക്കോ പോയി. അപ്പോഴാണ് അവൻ കുറച്ച് കലിപ്പൊക്കെയായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ ശക്തി അല്ലടാ, അവൻ സാധാരണ ഈ ടൈം നമ്മുടെ കൂടെ ഉണ്ടാവണ്ടല്ലേ. ഇന്ന് അവൻ ഇത്ര നേരമായിട്ടും ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. എന്താ ഉണ്ടായി നമുക്ക് അറിയത്തില്ലല്ലോ. അല്ലേലും അവര് തമ്മിൽ എന്ത് ഉടക്കുണ്ടാവാനാണ്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിനക്ക് ചിലപ്പോ ചുമ്മാ തോന്നിയതായിരിക്കും. അല്ലെങ്കിലും ഈ ശക്തിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ. അതങ്ങനെയൊക്കെ ആയിരിക്കും. ഇനിയിപ്പോ ചിലപ്പോ ഇന്നവൻ വരുന്നില്ലെങ്കിൽ വരണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം. എന്തായാലും ഇന്ന് അവൻ വരുന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ അങ്ങോട്ടുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഓ, നെഗറ്റീവ്. ഇവനെ കൊണ്ട് ഏത് നേരത്തെ ഞാൻ ഇവനെയൊക്കെ പിടിച്ച് കൂടെ നിർത്തിയെന്നാ. അയ്യോ, ഞാൻ നെഗറ്റീവ് അടിച്ചതൊന്നും അല്ലേ. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറ, നിനക്കിപ്പോ ശക്തിനെ കാണാൻ തോന്നില്ലേ? അതുകൊണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചത്? അങ്ങനെ അല്ലേന്നൊക്കെ ചോദിച്ചാ എനിക്കറിയത്തില്ല. പക്ഷെ എങ്ങനെയാ അവൻ വരാണ്ട്? എടാ, നിന്റെ കയ്യിലല്ലേ ഫോൺ ഇരിക്കുന്നേ. അതെന്നെ കാഴ്ച വസ്തുവായിട്ട് വെക്കാനാണോ? അതെടുത്തിട്ട് അവനൊന്ന് വിളിച്ചു നോക്ക്. എന്തായാലും നമ്പറൊക്കെ വാങ്ങിച്ചതല്ലേ, അപ്പൊ പിന്നെ അങ്ങ് വിളിക്ക്. എന്നിട്ട് എന്താ പ്രശ്നം നീ അന്വേഷിക്ക്. ശരി എന്നാ, ഞാനിവിടെ എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടാവും. അത് ശരിയാണല്ലോ. ഓ, ആ കാര്യം മറന്ന്. എന്തായാലും വിളിച്ചു നോക്കാം. ചെക്കൻ കോൾ എടുത്താ മതിയായിരുന്നു. ഹലോ മൈക്ക്, എന്താടാ? നിനക്കിതെന്ത് പറ്റി? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? അയ്യോ, ഒന്നും പറ്റിയിട്ടില്ല. നീ പറയ്, എന്തിനാ വിളിച്ചേ? ഞാന് നൈസായിട്ട് ഇവിടെ ലോക്കാ. നിന്നെ ആരാ അവിടെ അതിന് പൂട്ടിയിട്ടേക്കുന്നേ? വാതിലും പൊളിച്ചിറങ്ങി വാടഞ്ഞേക്കാ. നിന്നെ ആരാ അവിടെ അതിന് പൂട്ടിയിട്ടേക്കുന്നേ? വാതിലും പൊളിച്ചിറങ്ങി വാടഞ്ഞേക്കാ. നിനക്കത് പറയാം. നയൻ എന്നോട് പറഞ്ഞു നൈറ്റുള്ള കറക്കൊന്നും വേണ്ട, രാത്രി വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കണമെന്ന്. എനിക്ക് അതൊന്നും കേക്കണ്ട. ഇന്ന് നമ്മൾ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അതാ നിന്നോട് പറയുന്നേ. മൈക്ക്, നിനക്കിതെന്തുവാ പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ? എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല. ഇന്നിപ്പോ രാത്രിയായില്ലേ. നാളെ രാവിലെ നമുക്ക് സംസാരിക്കാം. നീ പെയിന്റിംഗ് ക്ലാസ്സിലോട്ട് പോര്. ഞാൻ എന്തായാലും വേണമെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അതാണ് നല്ലത്. പിന്നെ മൈക്ക്, നീ ഇന്ന് എവിടെ പോയതായിരുന്നു? എഡ്വിൻ എന്നോട് പറഞ്ഞിരുന്നു നീ സ്ഥലത്തില്ലാന്ന്. എടാ, നീ എന്നാലും എവിടെ പോയതാ? എന്നാ പിന്നെ രാവിലെ വിളിച്ചപ്പോ നിനക്ക് എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ? അത് ശക്തി സ്പോട്ടില് തീരുമാനിച്ചതായിരുന്നടാ. അപ്പൊ നിന്റെ അടുത്ത് പറയാൻ പറ്റിയില്ല. അതാ ഞാൻ എഡ്വിന്റെ അടുത്ത് മാത്രം പറഞ്ഞത്. ഞാൻ അവന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു നിന്നോട് എന്തായാലും പറയണമെന്ന്. അവൻ എന്തായാലും എന്നെ രാവിലെ വിളിച്ച് പറഞ്ഞിരുന്നു നീ ഇന്നില്ലാന്ന്. അപ്പൊ ശക്തി, നിന്റെ വീടിന്റെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി വന്നേ. വീടിന്റെ പുറത്തേക്കോ? എടാ, അവിടെ കീറിട്ടായിരിക്കും, രാത്രിയാണ്, ഞാൻ വരൂല. നിനക്കിപ്പോ എന്താ ഞാൻ വീടിന്റെ പുറത്തിറങ്ങിയിട്ട്? ഇവിടെ റേഞ്ച് ഒക്കെ ഉണ്ട്, നീ പറഞ്ഞോ, ഞാൻ കേക്കുന്നുണ്ട്. ശക്തി, നിന്നോട് ഞാൻ പറഞ്ഞു, നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ? ഓ, പിടയ്ക്കാതിരിക്ക്, ഞാൻ ഇറങ്ങി വരാം. കോള് കട്ട് ചെയ്യുവാട്ടോ. ഇവിടെ എന്താ ആരും ഇല്ലേ? ഒച്ച എനക്കൊന്നും കേക്കുന്നില്ലല്ലോ.
ഇനിയിപ്പൊ ശക്തി ഏത് വഴി കൂടെയാണോ ഇറങ്ങി വരിക? അവൻ വരുന്നത് ആരും കാണാതിരുന്നാ മതിയായിരുന്നു. എന്റെ പൊന്നോ. എന്റെ ദൈവമേ, ആരും കാണരുതേ. അവൻ എന്ത് സർപ്രൈസ് തരാനാണാവോ ഇപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറയുന്നത്. ഉഫ്, ഇവിടെ പ്രേതങ്ങളൊക്കെ അലഞ്ഞിരുന്ന് നടക്കുന്ന സ്ഥലവാ. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ. അയ്യോ അയ്യോ മൈക്ക്, ഇവൻ ഇവിടെ ഉണ്ടായിട്ടാണോ എന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞേ? ഇപ്പൊ ആരെങ്കിലും കണ്ടാ മൊത്തം സീൻ. ശക്തി, നീ എന്തിനാണ് ഈ പേടിക്കുന്നേ? ഇങ്ങ് വന്നേ. മൈക്ക്, നീ ഇതെന്താ ഇവിടെ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ ആരെങ്കിലും കണ്ടാലോ? അതോടെ തീർന്നില്ല. നീ ഇപ്പൊ ചെല്ലു, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും ദൂരം നിന്നെ കാണാൻ വേണ്ടി മാത്രം ഞാൻ വന്നിട്ട് അപ്പൊ തന്നെ ഞാൻ തിരിച്ചു പോണു. പിന്നെ എന്താ മൈക്ക് ഞാൻ പറയണ്ടേ? നമുക്ക് നാളെ കാണാം. അല്ലടാ, നീ ലോക്കാണെന്ന് പറഞ്ഞില്ലേ? എന്തു പറ്റി? നയനിന്ന് പെയിന്റിംഗ് ക്ലാസ്സിൽ വന്നിരുന്നു എഡ്മിൻ പറഞ്ഞായിരുന്നു. അവൻ സീനാക്കിയോ? ഏയ്, ഞാൻ അങ്ങനെ സീനൊന്നും ആക്കില്ലടാ. അവൻ പാവാ. പിന്നെ അവൻ പറഞ്ഞേക്ക് ഞാനങ്ങ് അനുസരിച്ച്, അത്രേ ഉള്ളു. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാ ഈ നട്ടപ്പാതിരക്ക് ഇങ്ങോട്ട് കയറി വന്നേ? നിന്നെ കാണാൻ. പിന്നെ ഇവിടെയൊക്കെ ഈ നട്ടപ്പാതിര എന്ന് പറയുന്നത് 8 മണിയാണോ? അല്ല, അത് ഞാനൊരു ഓളത്തിന് പറഞ്ഞതാ. ഡാ, നീ എന്നെ കാണാനാണ് ഈ നട്ടപ്പാതിരക്ക് അല്ല 8 മണി എന്ന് പറയുന്ന രാത്രി സമയത്ത് ഇങ്ങോട്ട് കയറി വന്നത്. ആ, പിന്നെ അല്ലാണ്ട് വീട്ടിലിരുന്ന് ഞാൻ നിന്നെ പറ്റി ഓർത്തു കഴിഞ്ഞാ നീ എന്റെ മുന്നിൽ വരൂ. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. എന്തേ, ഇഷ്ടായില്ലേ? ഇല്ല, ഇഷ്ടായില്ല. എന്തേ, വല്ലതും പറയാനുണ്ടോ? ആണോ? ശരി എന്നാ മോനെ, റൂമിൽ പോയിട്ട് ഫുഡ് അടിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. മൈക്ക്, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല നിന്നോട്. പിന്നെ എങ്ങനെയാ നീ പറഞ്ഞേ? ഇത് നയനും ശക്തിയല്ലേ? ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു? അല്ല, ഇവര് തന്നെ അതിനെ ഈ തണുപ്പത്ത് മുറ്റത്തിറങ്ങി നിൽക്കുന്നേ. അവിടെ ഇപ്പൊ എന്താ ഇതിന് മാത്രം കാണാനുള്ളത്? ഉഫ്, രണ്ടും കൂടെ ഓരോന്ന് ഉണ്ടാക്കി വെക്കാനായിട്ട് ഇവന്മാരെ കൊണ്ട് ഇവർക്ക് എന്താ അകത്തിരുന്ന് സംസാരിച്ചാ പോരെ? ക്രിസ്റ്റി, നീ തന്നെയാണോ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? ഇതെന്ത് പറ്റി? ഏയ്, ഒന്നും പറ്റിയില്ലടാ. നീ നോക്കിക്കേ, ആ നയനും ശക്തിയും ഈ തണുപ്പത്ത് മുറ്റത്തിറങ്ങി നിൽക്കുക. എന്തിന്? അവന്മാർക്ക് അകത്തിരുന്ന് സംസാരിച്ചാ പോരെ? വല്ല പനി എങ്ങാനും പിടിക്കും അവിടെ പോയി നിന്നിട്ട്. എടാ, അവര് കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ. വെറുതെ ഇറങ്ങി നിക്കുന്നതായിരിക്കുന്നേ. ഇപ്പൊ കേറി വരും. പിന്നെ നിനക്കിനിപ്പോ വല്ല വർക്കും ഉണ്ടോ? ഏയ് ഇല്ലാടാ, ഞാൻ ഫ്രീയാ. അല്ല, എന്തേ ചോദിക്കാൻ? എന്നാലേ നമുക്കൊരു നൈറ്റ് വാക്കിന് പോയാലോ? ആ, പോവാം. അതെ, അത് നല്ലൊരു ഐഡിയ ആണ്. ഇവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയും? പിന്നെ നിനക്കൊരു പ്രശ്നമില്ലെങ്കിൽ എനിക്കെന്താ? ഏയ്, എനിക്കെന്ത് കുഴപ്പം? എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ലേലും എന്നെ ആരെങ്കിലുമൊക്കെ കണ്ട ഇപ്പൊ എന്താ? കാണട്ടെ. ആഹാ, ബെസ്റ്റ്, അടിപൊളി. പിന്നെ മൈക്ക്, നീ കഴിച്ചോടാ? ഏയ് ഇല്ലടാ. ശക്തി, നീയോ? ഓ, ഞാൻ കഴിച്ച്. എടാ, നീ എന്നെ ഫുഡൊന്നും അടിക്കാത്തെ? വിശപ്പില്ല കുട്ടാ. പിന്നെ ഞാൻ എങ്ങനെ ഫുഡ് അടിക്കാനാ? ഓ, അതുകൊണ്ട്. സത്യം പറ മൈക്ക്, നീ ഏത് പെണ്ണിന്റെ കൂടെ കറങ്ങാൻ പോയത്? അതങ്ങനെ പറയാനൊന്നും പറ്റില്ല. ഇറ്റ്സ് എ ബിഗ് സീക്രട്ട്. ഓഹോ, അല്ലേലും നീ ഇങ്ങനെയാണല്ലോ, ഒന്നും പറയത്തില്ല. ഹേ ബണ്ണി ബോയ്, ഡോണ്ട് ഷൗട്ട് ബേബ്. ഞാൻ ആരുടെ കൂടെ പോവാനാ? വേണ്ട, നീ ഒന്നും പറയണ്ട. ഡാ, ഞാൻ ഏതേലും പെമ്പിള്ളേരുടെ കൂടെയാണ് പോയതെങ്കിൽ ഇപ്പോ നിന്നെ കാണാത്തത് കൊണ്ട് ഈ രാത്രിക്ക് ഞാൻ ഇവിടം വരെ വരുമോ? ഓ മതി മതി, ഞാൻ ഒന്നും പറഞ്ഞില്ല, നിർത്ത്. ഓ, ഇപ്പൊ അങ്ങനെയായോ? ആ, ഇപ്പൊ അങ്ങനെയായി. ശക്തി,